ഗെയിം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫണ്ണും എൻ്റർടൈൻമെൻറ്റുമാണല്ലേ. പക്ഷെ നമ്മൾ ഈ ഗെയിം കളിക്കുന്നതൊക്കെ നമ്മുടെ റിയൽ ലൈഫിൽ സത്യമായാൽ എങ്ങനെയുണ്ടാകും? ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2020 പുറത്തിറങ്ങിയ ഡോൺ പീക്ക് എന്ന് പറയുന്ന ഒരു ഹൊറർ ഷോർട്ട് ഫിലിമാണ്. കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ ആരംഭത്തിൽ തന്നെ നമ്മളെ സെറ്റ എന്ന് പറയുന്ന ഒരു പെണ്ണിനെയാണ് കാണിക്കുന്നത്. ഏകദേശം പാതിരാത്രിയായിരിക്കുകയാണ്. അവൾ ഇപ്പോഴും ഉറങ്ങാതെ ഫോണിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്നു. വീട്ടില് അന്നേരം മറ്റാരും ഉണ്ടായിരുന്നില്ല. അവള് ഫോണില് വീഡിയോ ഗെയിം കളിച്ച് അതിൽ തന്നെ മുഴുകിയിരിക്കുകയാണ്. അവൾ കളിക്കുന്ന വീഡിയോ ഗെയിമിൽ ഒരു പെൺകുട്ടി ബെഡിൽ കയറി ഉറങ്ങാൻ കിടക്കുകയാണ്. പക്ഷെ ആ പെൺകുട്ടി ഉറങ്ങാതെ വീണ്ടും എഴുന്നേറ്റ് പോയി അവിടെയുള്ള ഒരു കബോർഡിന്റെ ഷെൽഫ് തുറക്കുന്നു. വീഡിയോ ഗെയിമിനകത്തുള്ള പെൺകുട്ടി ഷെൽഫ് തുറക്കുന്ന അതേ സമയം തന്നെ സെറ്റക റൂമിനുള്ളിൽ എന്തോ ഒരു സൗണ്ട് കേൾക്കും. നോക്കുമ്പോൾ റൂമിന്റെ ഡോർ തുറന്നു കിടക്കുകയാണ്. മറ്റൊന്നും അവിടെ കാണാനും സാധിക്കുന്നില്ല. അപ്പൊ അവൾക്ക് തോന്നിയതാണെന്ന് കരുതി അത് മൈൻഡ് ചെയ്യാതെ പോകും. സെറ്റ വീണ്ടും വീഡിയോ ഗെയിമിലേക്ക് തന്നെ മുഴുകിയിരിക്കുകയാണ്. ഇപ്രാവശ്യം വീഡിയോ ഗെയിമിലുള്ള ആ പെൺകുട്ടി ആ ഒരു ഷെൽഫ് ക്ലോസ് ചെയ്യുന്ന അതേ സമയം വീണ്ടും സെറ്റ റൂമിനുള്ളിൽ ഒരു സൗണ്ട് കേൾക്കും. ആദ്യത്തെ പ്രാവശ്യത്തെ പോലല്ല, ഈ പ്രാവശ്യം സെറ്റ ആ സൗണ്ട് കേൾക്കുമ്പോൾ എന്തോ ഒരു പന്തികേട് തോന്നി ബെഡിന്റെ അറ്റത്തേക്ക് പോകും. എന്നിട്ട് അവിടെ കിടന്ന് വീഡിയോ ഗെയിം ഒന്നും കൂടി പ്ലേ ആക്കും. വീഡിയോ ഗെയിമിലെ പെൺകുട്ടി ഷെൽഫ് തുറക്കുമ്പോൾ സെറ്റക റൂമിലെ ഷെൽഫും തനിയെ തുറക്കും. ഇത് കാണുന്ന സെറ്റ ശരിക്കും പേടിച്ചു പോകും. അതായത് വീഡിയോ ഗെയിമിൽ എന്തെല്ലാം സംഭവിക്കുന്നു അത് തന്റെ റൂമിലും നടക്കുന്നുണ്ട്. ഇനി ശരിക്കും വല്ല പ്രേതമാണോ കരുതിയിട്ടാണ് അവൾ പേടിക്കുന്നത്. സെറ്റ ഇത് കണ്ട് ചെറുതായിട്ടൊന്ന് പേടിച്ചെങ്കിലും അവൾക്ക് പേടിയെക്കാട്ടില് നല്ല രസമാണ് തോന്നിയത്. ശേഷം സെറ്റ വീഡിയോ ഗെയിമിലെ പെൺകുട്ടിയെ ഉപയോഗിച്ച് അവൾ ആ വീഡിയോ ഗെയിമിലെ ലൈറ്റ് ഓഫ് ആക്കും. അന്നേരം തന്റെ റൂമിലെയും ലൈറ്റ് തനിയെ ഓഫായി പോകും. പിന്നീട് അവൾ വീണ്ടും തന്റെ വീഡിയോ ഗെയിമിനകത്തുള്ള ആ റൂമില് ഒരു ലൈറ്റും കൂടി ഓഫാക്കും. അന്നേരം അവളുടെ റൂമിലെ മറ്റൊരു ലൈറ്റും കൂടി തനിയെ ഓഫായി പോകും. ഇപ്പോഴൊന്നും അവൾക്ക് പേടിയേ തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന സെറ്റയുടെ മുഖം പതിയെ പതിയെ ഭയമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്തെന്നാൽ അവൾ കളിച്ചുകൊണ്ടിരുന്ന വീഡിയോ ഗെയിമിലെ പെൺകുട്ടി ഒരു പ്രേതത്തിനെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ഇത്രയും നേരം വീഡിയോ ഗെയിമിൽ നടന്ന എല്ലാ കാര്യങ്ങളും തനിക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോ ശരിക്കും ഇനി ഇതെങ്ങാനും നടക്കുമെന്നാണ് അവളുടെ പേടി. ഇങ്ങനെ ആലോചിച്ച് പേടിച്ചിരിക്കുന്ന അതേ സമയം തന്നെയാണ് റൂമിനകത്ത് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നത്. അതുകൊണ്ട് അവൾ വീഡിയോ ഗെയിമിനുള്ളിലെ ലൈറ്റ് പെട്ടെന്ന് ഓൺ ചെയ്യും. അന്നേരം അവളുടെ റൂമിലെയും ലൈറ്റ് ഓൺ ആകും. ശേഷം ഫോണ് ബെഡിൽ വെച്ച് അവൾ കിടക്കും. അന്നേരം ഒക്കെ അവൾക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഒന്നും ആലോചിക്കാതെ അവൾ ശാന്തമായി കിടക്കാൻ ശ്രമിക്കുന്ന അതേ സമയമാണ് തനിയെ അവളുടെ റൂമിൽ ആ ലൈറ്റ് ഓഫായി പോകുന്നത്. ലൈറ്റ് ഓഫായി പോയ അതേ നിമിഷം തന്നെ ആ സൗണ്ട് പെട്ടെന്ന് കൂടി വരും. ഇത് കണ്ട് പേടിച്ച സെറ്റ പെട്ടെന്ന് ലൈറ്റ് ഓൺ ചെയ്യും. എന്നിട്ട് അവൾ വീണ്ടും അവളുടെ റൂമിന് ചുറ്റും നോക്കും. ശേഷം ബെഡിൽ കിടക്കുന്ന ആ ഫോൺ എടുത്ത് അതിനകത്ത് എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ജസ്റ്റ് നോക്കും. ഇന്നേരമാണ് അവൾ കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു വീഡിയോ ഗെയിമിനുള്ളിൽ ഒരു രൂപം പെട്ടെന്ന് വരുന്നത് കാണിക്കുന്നത്. ഇതേ സമയം തന്നെ അവളുടെ റൂമിന്റെ ഡോറ് പെട്ടെന്ന് തുറന്നു വന്ന് എന്തോ വരുന്നത് പോലെ അവൾക്ക് തോന്നും. മാത്രമല്ല അവൾ ഇരുന്ന ബെഡില് എന്തോ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു രൂപം വരുന്നതും അവൾക്ക് അറിയാൻ പറ്റി. അങ്ങനെ അവൾ പുറമോട്ട് മാറി അവിടെ ഒളിച്ചിരിക്കും. ഈ സമയമാണ് ഫോണിലെ ഗെയിമിനുള്ളിലെ ആ പ്രേതം എന്നെ ഒളിഞ്ഞു നോക്കരുത്, എനിക്ക് നാണമാവുന്നു എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വിടുന്നത്. ഇവളെ വീഡിയോ ഗെയിമിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വെളുത്ത രൂപവും നമുക്ക് കാണാൻ പറ്റും. പിന്നീട് നേരെ നോക്കുമ്പോൾ അവൾ കാണുന്നത് ബെഡ്ഷീറ്റിനുള്ളിൽ നിന്ന് ഒരു രൂപം വന്നിരിക്കുന്നതാണ്. അതും തന്റെ കൺമുൻപിൽ. ഇങ്ങനെ ആ രൂപത്തെ നോക്കിക്കൊണ്ടിരിക്കവേ പെട്ടെന്ന് ആ ലൈറ്റ് മിന്നാൻ തുടങ്ങും. അതേ സമയം തന്നെ ആ രൂപം അവളുടെ അടുത്തേക്ക് തന്നെ വരും. അന്നേരം അവൾ പുറമോട്ട് മാറുമ്പോൾ ലൈറ്റ് വീണ്ടും ഓൺ ആകും. ഓണായി കഴിഞ്ഞ് കുറച്ചു നേരം സെറ്റ അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ആ ബെഡ്ഷീറ്റിന്റെ അടിയിലുണ്ടായിരുന്ന ആ രൂപം ഇപ്പൊ കാണുന്നില്ല. എന്നിട്ട് വീണ്ടും അവൾ ഫോണിലുള്ള ആ വീഡിയോ ഗെയിമിലെ ലൈറ്റ് ഓഫ് ആക്കുമ്പോൾ തന്റെ റൂമിലെ ലൈറ്റ് ഓഫ് ആകില്ല. എല്ലാം പഴയതുപോലെ ആയി എന്നിങ്ങനെ ആശ്വസിച്ച് ഇരിക്കുകയാണ് ഇപ്പൊ സെറ്റ. അവളുടെ ആ ഒരു പേടിയെല്ലാം മാറി കുറച്ചെങ്കിലും ശ്വാസം വീണത് ഇപ്പോഴാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത സീനിൽ നമ്മളെ കാണിക്കുന്നത് ബെഡ്ഷീറ്റിന്റെ അടിയിൽ നിന്ന് ഒരു ഫോണ് നിലത്തേക്ക് വീഴുന്നതാണ്. ഫോണല്ല, ഒരു ഗെയിം പാഡ് നിലത്തേക്ക് വീഴുന്നതാണ്. നിലത്തേക്ക് വീണ ആ ഒരു ഗെയിമിനകത്ത് ഇപ്പൊ ആ പെൺകുട്ടിയോ ആ വീട്ടിലെ സാധനങ്ങളോ ഒന്നും തന്നെയില്ല. ഒരു ടേബിളും ഒരു തുറന്നു കിടക്കുന്ന മുറിയും മാത്രം. ആ ഒരു സീൻ അങ്ങനെ തന്നെ കാണിച്ചുകൊണ്ടാണ് ഡോൺ പീക്ക് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഫിലിം തീരുന്നത്. ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. വീഡിയോ കാണേണ്ടവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും കമന്റ്സിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സെറ്റക സ്ഥാനത്ത് നിങ്ങളായിരുന്നുവെങ്കിൽ ഈ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നോ അതോ ഓഫാക്കി പോകുമായിരുന്നോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതും കമന്റ്സ് ആക്കി രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.